ഈ കഥ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ പറയണേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത്. ഈ കഥ നടക്കുന്നത് ഒരു 1 ഇയർ മുന്നെയാണ്. കഥയിൽ 2 ക്യാരക്ടർ ഉള്ളത്. ഒന്ന് ഞാന്, ഒന്ന് എന്റെ ഫ്രണ്ട് ലൈക്ക് റൂംമേറ്റ് ഷാനു. എന്റെ റൂമിൽ 6 പേരാണ് ഉള്ളത്. അത് തന്നെ ഞാനും ഷാനും ഓഫീസെല്ലാം അടുത്തായതുകൊണ്ട് തന്നെ രാവിലെ ഒരുമിച്ചാണ് പോവുക. പിന്നെ വന്നിട്ടാണെന്തെങ്കിലും കുക്കിംഗ് എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാവുക. റൂമിൽ എത്തിയിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് വിശന്ന് ഇനി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ റെഡി ആവില്ല എന്നുള്ള ഒരു ടൈം ഉണ്ടല്ലോ. അതായത് ഒരു രാത്രി 11 മണി. ആ ടൈമിലാണ് ഞാൻ അല്ലെങ്കിൽ ഓള് പോയിനാണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഒരു റുട്ടീന്. ഈ ഇൻസിഡന്റ് നടക്കുന്ന ദിവസം ഞാനൊരു 11 മണി കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറുന്നത്. കിച്ചൺ കയറി ഫുഡ് വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷാനിനോട് ഇങ്ങനെ പറഞ്ഞ് പോള് പറഞ്ഞ് നമുക്ക് മിംസിന്റെ അവിടെ പോയിനാണ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 3 അളവെല്ലാം കഴിഞ്ഞ ഒരു 8 മിനിറ്റ് നടന്നാലും മിംസ് ആണ്. മിംസിന്റെ അവിടെ പറയുമ്പോൾ ഏർലി മോർണിംഗ് 2 മണി വരെ 3 മണി വരെയൊക്കെ ഫുഡിന്റെ ഷോപ്പ് ഉണ്ടാവും. കോഴിക്കോട് കിച്ചണൊക്കെ കുറെ ടൈം ഉണ്ടല്ലോ. ആ ടൈമിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കുന്നില്ല കേട്ടോ. കാരണം സ്വിഗ്ഗി സൊമാറ്റോ എല്ലാം എടുത്താൽ ഒരു 1/2-3 മണിക്കൂർ നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്യണം. ഇതാണെങ്കിൽ വിശന്നിട്ട് അങ്ങേ തലത്തിയിട്ടാണ് കിച്ചണിൽ കയറുന്നത്. ഒരു കാര്യമുണ്ട്, ഞാൻ കഴിഞ്ഞ കഥകളിൽ പറഞ്ഞിട്ടുള്ള എന്റെ പേടിയും കാര്യങ്ങളൊന്നും ഷാനുക്ക് അറിയില്ല. ഓക്കെ, ഞങ്ങൾ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു 11:30 ടൈം ആയിട്ടുണ്ടാവും. മിംസിന്റെ അവിടെ പോകുന്നത്, ഫുഡ് കഴിക്കുന്നത്, മിംസിന്റെ അവിടെ നിന്ന് പോരുന്നത്. ഞങ്ങളുടെ റൂം മിംസിന്റെ ബാക്ക് സൈഡിൽ ഒരു അമ്പലത്തിന്റെ ആർച്ച് ഉണ്ട്. ആർച്ചിന്റെ കൂടെ ഒരു കുഞ്ഞി 2 വളവ് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ പോലത്തെ സ്ഥലത്തെത്തും. ആ ജംഗ്ഷൻ പോലത്തെ അവിടെ എപ്പോഴും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും കേട്ടോ. അവിടുന്ന് റൈറ്റിക്ക് നോക്കിയാൽ തന്നെ ഒരു അമ്പലം കാണാം. അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ബിൽഡിംഗ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് മിംസിന്റെ അതിൽ പോകുന്നത്. ഈ മിംസിന്റെ അതിൽ പോന്നാല് ആർച്ച് വരെ ഏത് സമയത്ത് പോന്നാലും ഒരു കുഞ്ഞി ലൈറ്റ് ഒക്കെ ഉണ്ടാവും. ടൈം 12 മണി ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആർച്ച് കഴിഞ്ഞിട്ട് ഈ ജംഗ്ഷൻ വരെയുള്ള വീട്ടിലൊക്കെ വീടും ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെയാണ് അവിടെ ഉള്ളത്. അതൊക്കെ അപ്പൊ തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവേ. ഈ ഒരു സ്ഥലത്ത് നിന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സ് കുറെ വട്ടം പെരുമ്പാമ്പിനെ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പെരുമ്പാമ്പിനെ പിടിക്കലുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും. അങ്ങനെ നമ്മൾ അത് മാത്രം പേടിച്ചാൽ പോകുന്നത്. അമ്പലത്തിന്റെ ആർച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് ഫസ്റ്റത്തെ വളവ് കഴിഞ്ഞ് സെക്കൻഡത്തെ വളവ് എത്തുമ്പോഴൊക്കെ നമ്മൾ ഫുള്ള് പാമ്പിനെ പേടിച്ച് ഇങ്ങനെ നോക്കിയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങ് പോകുന്നപ്പോൾ ഈ ഇരുട്ടുള്ള സ്ഥലത്ത് തന്നെ കേട്ടോ. ഈ ഫുഡ് കഴിച്ച് അപ്പം നടന്നതാണല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ വയറ് വേദനിക്കുന്ന പോലെ തോന്നിയിട്ട് റോട്ടിൽ ഇങ്ങനെ ഇരിക്കൂലേ, ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുമല്ലോ റോട്ടില്. അങ്ങനെ ഞാൻ ഇരുന്ന് ഇവളാണെങ്കിൽ എന്നെക്കാൾ ഒരു 3-4 സ്റ്റെപ്പ് കൂടി മുന്നേക്ക് പോയിട്ട് തിരിഞ്ഞ് എന്നെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ എന്നെ നോക്കുന്നത്, ഞാൻ ഇവിടെ കണ്ടൊക്കെ തന്നെയാണ് നോക്കുന്നത്. എന്നിട്ട് എന്തോ പറയുന്നുണ്ട്, വയറ് വേദനിക്കുന്നത് എന്തോ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. പെട്ടെന്ന് ഇവിടെ എന്റെ ബാക്കൊക്കെ അങ്ങ് നോക്കി ഇവിടെ കണ്ണുമുഖമൊക്കെ അല്ലെങ്കിൽ പേടിച്ച മുഖം മാറുമല്ലോ, അങ്ങനെ അങ്ങ് മാറി. ഇവളുടെ കണ്ണിലെ മാറ്റം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്റെ ബാക്കിൽ എന്തോ ഉണ്ട്, ഇവളത് കണ്ടിട്ടാണ് പേടിച്ചതെന്നുള്ള മനസ്സിലായതും ഞാനങ്ങ് എണീച്ച് ഞാനങ്ങ് ഓടി ഇവളുടെ അടുത്തെത്തിയതും ഇവിടെ എന്റെ ഓടാൻ തുടങ്ങി. ഞങ്ങൾ 2 പേരും ജംഗ്ഷന് വരെ ഓടുകയാണ്. അതാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 സെക്കൻഡ് ഓടാനുള്ള ദൂരേ ഉള്ളൂ. പക്ഷെ അന്ന് കാലിനൊരു ബലം വന്ന പോലെ രണ്ടാളെ എത്ര ഓടിയിട്ടും ജംഗ്ഷനിൽ എത്തുന്നില്ല. ജംഗ്ഷനിലെത്തി ലൈറ്റിന്റെ താഴെ വന്നത് ഞാൻ ഓടി വെച്ചു. ഈ എന്താ ഓടിയത്? അപ്പോൾ പറഞ്ഞു ഈ ഓടിയിട്ട് ഞാൻ ഓടിയായിരുന്നു. അപ്പം പറഞ്ഞു ഈ എന്തോ കണ്ടില്ലേ, പേടിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ ഓടിയായിരുന്നു. ഇവിടെ പറഞ്ഞു എടി ഞാൻ നിന്റെ ബാക്കിൽ ഒരാളെ പറഞ്ഞപ്പോൾ പറഞ്ഞു മിണ്ടല്ലേ നമ്മൾ റൂമിലെത്താണ്ട് ഇപ്പൊ പറഞ്ഞാൽ നല്ലോണം പേടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളതിന്റെ ഇടയിലും ബാക്കൊക്കെ തിരിഞ്ഞാണ് സംസാരിക്കുന്നത്. അങ്ങനെ വേഗം ജംഗ്ഷനിൽ ഇപ്പൊ നേരെ ഒരു അമ്പലത്തിന് മുന്നിലാണ് ഞങ്ങൾ ഉള്ളത്. അവിടുന്ന് നേരെ ഓടി അമ്പലം കഴിഞ്ഞേക്ക് നമ്മളെ ബിൽഡിംഗ് ആണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം. നമ്മൾ സ്റ്റെയർ എല്ലാം കയറി റൂമിലെത്തുന്നു. റൂമിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. വേഗം അവിടെ ഉള്ള ഒരു ചെയർ ഇട്ടുണ്ട്, അവിടെ ഇരുന്ന്